കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകുമോ? എല്ലാ മാന്യ റാസ്കൽസിനും പോലീസ് ടീമിലേക്ക് സ്വാഗതം. അയ്യോ, ഇന്നത്തെ പ്രധാന പരിപാടികൾ രാത്രി 8:30 വെഞ്ഞാറമൂട് RC ക്യാമ്പിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ചവിട്ട് നാടകം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം സാറാസ് ഇടിഗമ മഗരീസ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇടിഗമ മഗരീസയിലേക്ക് സ്വാഗതം. സമ്മാനം കൊടുക്കുക. ഇതാണ് ഇടിഗമ മഗരീസ. കഴിഞ്ഞ ഓണത്തിനാണോ അങ്ങനത്തെ ഓണത്തിനാണോ എന്ന് എനിക്കറിയില്ല. ഞാനും ഇതുപോലെ അനുഭവിച്ചിട്ട് നിൽക്കുക. നമുക്കൊരു സിനിമയ്ക്ക് പോവാടാ. സിനിമ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ. പാടാം ഐദ്രോസ് ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, പെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചിട്ട് കളിയുടെ കഥകൾ. പാടാം ഐദ്രോസ് ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, പെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചിട്ട് കളിയുടെ കഥകൾ. ആണും പെണ്ണുമല്ലാത്ത ചതിയനന്ത്രു ഹൈദ്രോസ് മടിയിൽ മയങ്ങുമ്പോ മൂക്കിന്റെ അറ്റത്ത് തൊലിപോയ ഭാഗത്ത് സിഗരറ്റ് കുറ്റി കൊണ്ടാഞ്ഞുകുത്തി. ഹംസക്കായുടെ വാടക സൈക്കിളിൽ വേദനയോടെ വിഷമത്തോടെ ആചാരുടെ വീടിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ സൈക്കിള് പഞ്ചറായി മരിച്ചു വീണു. പടച്ചോനെ, എന്തോരെ ഹംക്കളുടെ തലയെടുത്ത ബാളാണിത്. ഇപ്പൊ ഇതുകൊണ്ട് ഇറച്ചി പോലും നുറുക്കാൻ പറ്റണല്ലോ റബ്ബേ. കുഞ്ഞിപ്പാത്തു ഓ, മഗ്‌രിബ് വാങ്ക് കേട്ടില്ലേ? കളരില് വിളക്കൊളുത്ത്. ബെട്ടം 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 കച്ചനി. കളരി പരമ്പര ജിന്നുകളെ കാത്തുകൊള്ളണേ. കുഞ്ഞിപ്പാത്തു, ബിരിയാണി റെഡിയായ? പുറത്താരാണ്? അകത്ത് ഞമ്മള്. പുറത്താരാന്നാ ചോദിച്ചത്? ഇത് വലിയ ഡെങ്ങേറായില്ലേ കുഞ്ഞിപ്പാത്തു? ആ ബാലൂർ നോർത്തെ ഞമ്മള് പോയി വീണേനെ. എഴുന്നേക്ക്. എന്തായാലും നെഞ്ചും തല്ലി വീണല്ലേ. കുഞ്ഞിപ്പാത്തു, ഈ പുള്ളങ്ങക്ക് ഓരോ ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങുള്ളം കൊടുത്തേ. ബാളു കളിക്കണ്ട. നമ്മളിങ്ങടെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നല്ല. പിന്നെന്താ, ഞമ്മളെ വെള്ളം കുടിപ്പിക്കാൻ വന്നതാ? ഇങ്ങടെ തല വെട്ടാൻ വേണ്ടി വന്നാണ്. ആഹാ, അപ്പൊ ബാർബർമാരായിരുന്നല്ലേ? മുടി വെട്ടാനാണെങ്കിൽ വല്ല വെട്ടവും വെളിച്ചോളപ്പൊക്കെ വന്നൂടെ? അല്ല, നമുക്ക് ഈ തല വേണം. ഏത്തല? ഈ തല. അത് പറ. അപ്പൊ നിങ്ങ കൊട്ടേഷൻ ടീമാണല്ലേ? നിങ്ങൾ പരിഹസിക്കാതെ വാളടിക്കിൻ ചതിയൻ അന്ത്രു. അത്രക്കായ ആരോട് അംഗം? നമ്മളെ തോറ്റൊന്നും കരുതണ്ട. നമ്മളെ മൂത്താപ്പ പഠിപ്പിച്ച ഒത്തിരി അടവുണ്ട് നമ്മുടെ കയ്യിൽ. കാണണോ നിങ്ങക്ക്? മുലപ്പാലിന്റെ മണം മാറാത്ത ഈ കബൂർ പിള്ളേരോട് തൊടുക്കാൻ കൂട്ടുനിന്നതോ അംഗം. പറയിൻ, ഇനി എന്തുണ്ട് കയ്യിൽ? ബിരിയാണി തിന്ന് പെരിഞ്ചീരകവും വായിലിട്ട്
വടിപാള് കൊണ്ട് ബായത്തട വെട്ടി വീഴ്ത്തുന്നതോ അംഗം, മർമ്മത്തിന് അതോ കബൂർ വൈക്കന്മാരെ കൊച്ചിന്നിറക്കി പുറകേന്ന് തല്ലി വീഴ്ത്തുന്ന ആറാമ്പർ നടവോ? അന്ത്രുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. കുടിയനോട് ഇടിച്ച് മരിച്ച ബാപ്പ ആദ്യം നമ്മളെ തോൽപ്പിച്ച്, പൊന്നും പറമ്പും വിറ്റ് മുച്ചീട്ട് കളിക്കാൻ ഇറങ്ങി കള്ളക്കളി കളിച്ച് ബീരാൻ നമ്മളെ തോൽപ്പിച്ച്. തോൽവികൾ ഏറ്റുവാങ്ങാൻ അന്ത്രുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ആണായി പറഞ്ഞവർക്കാർക്കും അന്ത്രുവിനെ തോൽപ്പിക്കാനാവില്ല. വന്ന വഴി മടങ്ങിപ്പോകാൻ. മടങ്ങിപ്പോക്കോളാം, പക്ഷേ ചതിനന്ദ്രന്റെ തലയുമായിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകുള്ളൂ. നിങ്ങളുടെ തലയിലുണ്ടങ്ങോട്ട് ചെന്നാ നമ്മുടെ തലയെടുക്കും. നമ്മുടെ തലയോട് ഇത്രക്ക് പൂജയുള്ള നിങ്ങളുടെ ഉമ്മാടെ പേരെന്താണ്? പറയിൻ, ബായ തുറന്നു പറയിൻ. നമ്മുടെ ഉമ്മാനെ ഇങ്ങക്ക് അറിഞ്ഞൂടാല്ലേ? നിറകൊണ്ട പാതിരാക്ക് കുമരമ്പുഴ നീന്തിക്കടന്ന് നമ്മുടെ ഉമ്മാന്റെ അടുക്കള കയറിയത് ഇങ്ങക്ക് അറിഞ്ഞൂടാല്ലേ? ആറ്റുമണമേലെ ഉണ്ണി ഐഷ. ഹായ് അന്തർച്ചേകോര്, നിങ്ങള് പറഞ്ഞത് ആരെങ്കിലും കണ്ടാ? നമ്മളെ ആരും കണ്ടില്ല. പക്ഷേങ്കില് ഒരു പകയൻ തലയിൽ മുണ്ടിട്ടിട്ട് ഈ മതിലിയാടി ഓടണ കണ്ടല്ല, അതാരാണ് ഉണ്ണീശ? അത് നമ്മുടെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കാൻ വന്ന ഉസ്താദില്ലേ? ഈ പാതിരക്ക. അതവിടെ നിക്കട്ടെ. നമ്മളോട് എന്തിനാണ് ഈ പാതിരാത്രിക്ക് വരാൻ പറഞ്ഞ് നീ ഫോൺ ചെയ്തത്? ആരോടും പറയരുത്. ഇല്ലെന്നേ. നമ്മുടെ തല തൊട്ട് സത്യം ചെയ്യേ. നമ്മുടെ മയ്യത്തായ ബാപ്പയാണ്, നമ്മുടെ പൊന്നും കെട്ട ഉണ്ണി ഐശാണ് സത്യം. നമ്മളിത് ആരോടും പറയൂല. എങ്കി പറയാം. 14-ാം തീയതി കുടുംബശ്രീയുടെ വാർഷിക. അവിടെ കളിക്കാൻ ഞമ്മളൊരു കോലുകളി പഠിപ്പിച്ചു തരുമോ? ചെയ്തൻ വെറുതെ ആശിപ്പിച്ച്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ? അല്ല, ഒന്നുമില്ല. കോലെടുത്തോളാൻ പറഞ്ഞതാ. നമുക്ക് കളി തുടങ്ങാം. എടുക്കെടുക്ക്. ഓ, ഈ പാലിൽ കൊണ്ടത് കോലളിക്കാൻ വേണ്ടിയാണ്. തുടങ്ങാം. അഞ്ചഞ്ചും പൊരുളടി കനമറിവായ് ആയും ചുഴും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി കനമറിവായ് ആയും ചുഴും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി കനമറിവായ്. പടച്ചോനെ, പണി പാളിന്ന തോന്നണേ. നിന്റെ പുയ്യാപ്പള കുഞ്ഞി ബീരാനെന്നാ തോന്നണേ. വള്ളുവനാട് അകത്തിന് പോയിട്ട് നാളെ വരത്തുള്ളത് പറഞ്ഞതുകൊണ്ടാ ഞാൻ അന്തർച്ചേകരോട് വരാൻ പറഞ്ഞത്. പലാക്കിന്റെ അബല് കഞ്ഞിയായല്ല. ഇതിപ്പോ പകയനെ കണ്ടിട്ട് നമ്മൾ എവിടെ പോയി ഒന്ന് ഒളിക്കും? ഒന്ന് പറ. ഓ പടച്ചോനെ, ഇവിടെ എവിടെ ഒളിച്ചാലും അവൻ നമ്മളെ പൊക്കും. ഓന് നമ്മൾ തമ്മിലുള്ള നിൽക്കുമ്പത്തിൽ പണ്ടേ ഡൗട്ട് ഉണ്ട്. ഈ പകയും കാണാതെ ഇപ്പൊ നമ്മൾ അവിടെ പോയി ഒന്ന് ഒളിച്ചു നിൽക്കും. ഒന്ന് പറ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ കട്ടിലേ കയറി ആ പുതപ്പിട്ട് അങ്ങ് മൂടിക്കട. കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ്. കേറി വന്ന വൈക്ക് കട്ടില് കാണൂല പകയൻ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇന്നെ വരെ ഞാൻ കിടക്കണ കട്ടിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നല്ലേ നമ്മുടെ കൈയും കാലും വരച്ചിട്ട് പാടില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, ആ വാതിലിന്റെ മറയിലോട്ട് മാറി നിൽക്ക്. ഞമ്മള് വാതില് തുറക്കുമ്പോ അങ്ങേരകത്തേക്ക് കയറും. ആ തക്കം നോക്കി നിങ്ങള് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടിക്കോണം. കേട്ടല്ലോ? നിക്കേ ആണും പെണ്ണും കേട്ട കൊള്ള ഹിമാറേ, ഞമ്മടെ കങ്ങത്തിന് പോയി തക്കം നോക്കി ഓടി പൊളിച്ച് നീ ഞമ്മടെ കിടപ്പറ കയറിയ
തക്ക സമയത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മാനം. വേണ്ടിക്ക വേണ്ട വേണ്ടിക്ക വേണ്ട വേണ്ടിക്ക വേണ്ട വേണ്ട. പാമകരി തങ്കത്തുങ്ക തതിങ്കിണ കിങ്കൃത തെമികിട മേളം തകതന്തരി സരിഗമ തക്കിടജത്ത കിങ്കിണ തന്തിമി താളങ്കൃത താളം തങ്കൃത പാമകരി തങ്കത്തുങ്ക തതിങ്കിണ കിങ്കൃത തെമികിട മേളം തകതന്തരി സരിഗമ തക്കിടജത്ത കിങ്കിണ തിന്തിമി താളങ്കൃത താളം സംകൃത പാമകരി. ഇതാണ് മക്കളെ സത്യം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നിറകൊണ്ട പാതിരാക്ക് കുമരമ്പഴം നീന്തി നമ്മളെ ഉമ്മാന്റെ കിടപ്പുറ കയറി അറാമ്പറപ്പ് കാണിച്ചത് നമ്മൾ ക്ഷമിച്ചു. കാരണം നമ്മുടെ ഉമ്മ അത്ര കാര്യമായിരുന്നു. പക്ഷെങ്കില് നമ്മുടെ മാമാലിയാര് ജഗവരെ ചതിച്ച് ബാളിന് വെട്ടിക്കൊന്നില്ലേ, അത് നമ്മള് ഹരിക്കൂല. കളരിപ്പരമ്പര ജിന്നുകളാണ്. നമ്മുടെ ഉമ്മ പുത്തൂരം വീട്ടിൽ ഉന്നയിച്ചാണ്. മയ്യത്തായി പോയ നമ്മുടെ മാമ അലിയാർ ചേതൂരാണ്. ഈ ചതിനന്ത്രുണ്ട തല കൊണ്ടല്ലാതെ ഈ അസനുണ്ണിയും ഉസനുണ്ണിയും മടങ്ങി പോകുന്ന പ്രശ്നമില്ല. ഇത് ഹക്ക് ഹക്ക് ഹക്ക്. എന്തുകൊണ്ട് നനക്ക് മക്കളെ, എന്നോ പറ്റി നിങ്ങളുടെ നാട്ടിൽ ഓ മുക്രി അറവന മുട്ടി പാടി നടക്കണല്ല സത്യം. ആ ബാബാ കേക്ക്. നമ്മള് നടന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. വടക്കാഞ്ചേരി മാർക്കറ്റിൽ പറ്റൂല. ഓ ഇപ്പുറത്ത് നിന്റെ മാമ അലിയാരി ശേഖവരി, അപ്പുറത്ത് അരിങ്ങോടര് അബൂബക്കർ. ആ, ഇത്. നിന്റെ മാമക്ക് തുണ പോകാനായിട്ട് നമ്മൾ തന്നെ വേണോന്ന് നിന്റെ വല്യാപ്പക്ക് ഒരേ നിർബന്ധം. അങ്ങനെ നിന്റെ മാമക്ക് ഞമ്മള് തുണ പോയി. പാടാം പാടാം വൈദ്രോസ് ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചീട്ട് കളിയുടെ കഥകൾ. കിടന്നിരി വരഞ്ഞിരി മറിഞ്ഞു കെട്ടി, അരിമോട രലിയാര് തിരിഞ്ഞു കെട്ടി, ആരോ മല ഐദ്രോസ് പറന്നു വെട്ടി, കണ്ടു നിന്നന്ത്രുന്റെ ചങ്ക് പൊട്ടി, ഐദ്രോസിന് അന്നുന്ന പ്രൈസ് കിട്ടി, നഗരിപ്പ് കൊണ്ടവൻ ആർത്തുള്ളി, എന്റെ പൊളിച്ചത് വിളിച്ചു, കേട്ടു നിന്നവരെല്ലാം വാ വിളിച്ചു. നിങ്ങളുടെ മാമാനെ നമ്മൾ ബാള് കൊണ്ട് വെട്ടിക്കൊന്നതല്ല, ആ ബാദൂരി കുടിച്ചു കുടിച്ചു ബാള് വെച്ച് മയ്യത്തായി പോയതാണ്. അന്തർമാമ ഞമ്മളോട് സേവിക്കൂ. ഉമ്മ പറഞ്ഞു തന്ന നുണ മുഴുവനും കേട്ട് ഞമ്മൾ അന്തർമാമനെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കുക എല്ലാം ക്ഷമിച്ചേക്കണേ. പോയാ ഇവിടെ ഉണ്ടാ. എണീക്ക് എണീക്ക്, സന്തോഷായി, നമുക്ക് സന്തോഷായി. വാ, ഇപ്പോഴെങ്കിലും ഈ മാമാനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. മാമാക്ക് പെറുക്കാതെ പോയ ഉണ്ണികളാണല്ലോ നിങ്ങള്, അസനുണ്ണിയും ഹുസൈനുണ്ണിയും. എന്താ ഇനിയും വിശ്വാസായില്ലേ? നമ്മളെ വിശ്വാസായില്ലേ? ഇനിയും വിശ്വാസായില്ലെങ്കിൽ ദാ നമ്മൾ കുനിഞ്ഞേക്കണ്. മാമയുടെ തല എടുത്തോളി. എന്താ വെട്ടറാ, വെട്ട്. എന്ത് കഷ്ടം നോക്കണേന്ന്. രണ്ടാക്കാൻ കേറി കയ്യിൽ കാശുണ്ടായില്ല. ഉള്ള റേഡിയോ കൊണ്ട് ബാറിൽ പണയം വയ്ക്കുകയും ചെയ്ത്. ആ റേഡിയോ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാക്കാന്നുള്ള പാട്ടും കേട്ട് ആരെങ്കിലും വന്ന രണ്ടാക്കാനായിട്ട്. ഇതിലേ നീ വരുമെന്ന വാർത്ത. മാധവ, എന്തുവാണ് ഈ വെള്ളം അടിച്ച് കിടന്ന് കാണിക്കുന്നേ? എടാ നിനക്ക് രക്ഷയുണ്ടോ മാധവ? പിന്നെ ആ വഴി എന്റെ ഉണ്ട്, വാ ഫോളോ മീ. സുനാബിയേക്ക് സുനാബി, സാബിയേക്ക് സാബി. സ്വാമി ഓ ആകതയായാലും എന്റെ പൊന്നോ, വാ വാ. വത്സേ, കുമ്പളങ്കി വത്സമ്മേ. അയ്യോ, എന്റെ പേരെങ്ങനെ മനസ്സിലായേ? നാം നമ്മുടെ വക്രദൃഷ്ടിയിൽ എല്ലാം കാണുന്നു. മധ്യേന ശാന്തി എന്നാണല്ലോ പ്രശസ്ത മധ്യസ്ഥനും മഹാകവിയുമായ മധുസൂദനം പറഞ്ഞിട്ടുള്ളത്. അതെ അതെ. അതുകൊണ്ട് വത്സമ്മ മധ്യത്തിലിരിക്കൂ. ഇതിലാണോ? അല്ല, ആ കസേരയുടെ മധ്യത്തിൽ ഉപവിഷ്ടതാക്കൾ. അവിടെ ഇരിക്കോ ചേണ്ണ, മദ്യം തട്ടല്ലേ. പറയൂ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? Swami, actually, my problem is very dangerous. I would like to talk about my... വത്സേ, മലയാളം മാത്രം മതി. പറയൂ, വത്സയുടെ വിഷമതകൾ മുഴുവനും മലയാളത്തിൽ മാത്രം പൊഴിഞ്ഞിടൂ. സ്വാമി, എന്റെ പ്രശ്നം കുട്ടികളില്ല. ഉണ്ടാവേണ്ടതാണല്ലോ. എന്താ സ്വാമി? നാം ഒരു നിമിഷം ധ്യാനത്തിലായി പോയി. അപ്പൊ കുട്ടികളില്ല. അതെ സ്വാമി, ഞാൻ പലയിടത്തും പോയി പലരെയും കണ്ടു, പലതും പറഞ്ഞു നോക്കി. അപ്പോഴാണ് ദിവ്യനായ സ്വാമിയെ കുറിച്ച് കേട്ടത്. എന്റെ ഭാഗ്യം. എന്താ സ്വാമി? അല്ല, കുട്ടിയുടെ ഭാഗ്യം എന്ന് പറയുക.
ഏതായാലും എന്റെ അടുത്ത് തന്നെ ഒന്ന് പെട്ടല്ല. 1 വർഷത്തിനുള്ളിൽ വത്സമ്മയ്ക്ക് ഒരു കുട്ടിയെ തരുന്ന കാര്യം നോം ഏറ്റിരിക്കുന്നു. അയ്യോ സ്വാമി, എനിക്ക് ഒരു കുട്ടി പോരാ. പിന്നെ ചുരുങ്ങിയത് ഒരു 16 എണ്ണെങ്കിലും വേണം. അമ്മച്ചിയെ, എങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. 16 കുട്ടികൾ. ഏത് സ്പ്രേ അടിച്ചത്? എന്താ ചോദിച്ചേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 16 കുട്ടികൾ. ലോകത്തൊരു സ്ത്രീക്കുമില്ലാത്ത ആഗ്രഹം. ഇത് ഞാൻ കുറെ പാടുപെടേണ്ടി വരും. സ്വാമി, എങ്ങനെ പാടുപെട്ടാലും വേണ്ടില്ല, എന്റെ ആഗ്രഹം നടത്തി തരണം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കും, എന്റെ ജോലിയും പോവും. ആട്ടെ, വത്സമ്മയുടെ ഭർത്താവിന് എന്താ ജോലി? ഭർത്താവോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലെന്നോ? ഇല്ല. ഓ മൈ ഹോട്ട്. അരേ റംജി, റംജി. ഭർത്താവില്ലാത്ത വത്സമ്മയ്ക്ക് എത്ര അധികം കുട്ടികൾ? അയ്യോ എന്റെ സ്വാമി, സ്വാമി എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് സ്കൂൾ കുട്ടികളാ. ഞാൻ LP സ്കൂളിലെ ടീച്ചറാ. 16 എണ്ണത്തിന് കൂടെ കിട്ടിയില്ലെങ്കിൽ എന്റെ ജോലി തെറിക്കും സ്വാമി. ആലിക്കണ്ണേ, നീ അടുത്ത ആളെ ഒന്ന് കടത്തി വിട്ടോളി. സമയം കളയണ്ട, ഇങ്ങോട്ട് പോന്നോട്ടെ. വാ മോളെ, കുത്തിയിരിക്കി. എവിടുന്നാണ് വരുന്നത് നീ? ആയിക്കോട്ടെന്ന്. എന്റെ കാര്യങ്ങളൊക്കെ അമ്മോടങ്ങോട്ട് പറയത്. എന്റെ പൊയ്യാപ്പിള അങ്ങ് ഗൾഫിലാ. രക്ഷപ്പെട്ട്? ഇല്ല, രക്ഷപ്പെട്ടിട്ടില്ല. വിസിറ്റിംഗ് വിസയ്ക്ക് പോയതാ, ജോലി കിട്ടിയിട്ടില്ല. ലായിലായ പെൺകുട്ടി, ഇതിനെ പറ്റിക്കാൻ എന്ത് എളുപ്പ. ആട്ടെ, ഗൾഫിൽ എവിടെയാ മോളെ? ദുബായില്. ആരാ പുയ്യാപ്പിളുടെ സ്പോൺസർ? ഒരു അറബിയാ. എന്നാ അറബിക്ക് ഒരു പിഞ്ഞാൻ എഴുതി കൊടുക്കണം. മോടെ കയ്യില് ഒരു ഉറുക്കും. മുറുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാ. അയ്യാ, എന്റെ ബന്ധിക്ക, ഉറുക്കും തിരിച്ചറിയാത്ത ലായിലായ പെൺകുട്ടി, പറ്റിക്കാൻ എന്ത് എളുപ്പം. ആട്ടെ, ഉന്റെ പുയ്യാപ്പിളെ കത്തയക്കാരണ്ടാ? കത്തയക്കാറില്ല. എങ്കി ഈ ഒരു കുത്തുബിയത്ത് നടത്തണം. എലിക്കണ്ണേ, പിഞ്ഞാൻ. ഒന്നുകൊണ്ട് പിടിക്കണ്ട. ജിതങ്ങോട്ട് കുടിച്ചോളിൻ, വിഷമിക്കണ്ട, കുടിച്ചോ. നമ്മളല്ലേ തരുന്നത്. അങ്ങോട്ടാ. കൈ ഇങ്ങോട്ട് നീട്ടിയേ. കൈ ഇങ്ങോട്ട് നീട്ട്. ഇനി നമ്മൾ പറയുന്ന പോലെ നീ അങ്ങോട്ട് പറയണം. വാ ഇന്ന നിക്കാഹ, വാ ഇന്ന നിക്കാഹ, വാ അഞ്ചകത്തുക്ക, വാ അഞ്ചഹത്തുക്ക, അൽമിന്തി, ഖൽബിന്തി, ഒറ്റ മഹറുക്ക. ഇനിയിപ്പൊ അന്നെ നമ്മള് നിക്കാഹ് കഴിച്ചു, നീ നമ്മുടെ ബീവിയായിന്ന്. ഒന്നും ആലോചിക്കാനില്ല. നിന്റെ പുയ്യാപ്പിളെക്കാട്ടിലും ബെസ്റ്റാ നമ്മള്. ഇനി മൊഴി ചൊല്ലുന്നത് വരെ നീ നമ്മുടെ കൂടെ തന്നെയാണ്. അകത്തോട്ട് പോയിക്കോ, വേഗം പോ. എന്റെ ദൈവമേ, പഴയ കള്ളൂടിയൊക്കെ നിർത്തി ഈ പരിപാടി തുടങ്ങിയത് ഇത്ര ഭാഗ്യായി. സമയം കളയണ്ട.
കളിച്ചു രസിച്ചു വിരുദൻ ആസാമി ഗുലുമാല് സീനുകളെല്ലാം ഒടുവിൽ കെണിയായി തലകീഴായി മറിഞ്ഞപ്പോ കൂടെ കൂടി നടന്നവർ കൂട്ടുവിട്ട് പൊടിയും തട്ടി പിരിഞ്ഞു പോയി മതം മാറി നടന്നൊരു പകയൻ ആത്മീയ കുപ്പായമണിഞ്ഞു പകലെല്ലാം സ്വാമിയായി ഹരഹര ലഹരിയിൽ അവനൊരു നടാംജ തിന്തരികിട ചാടി സ്വാമി ഓ പകലെല്ലാം സ്വാമിയായി തിന്തരികിട ചാടി സ്വാമി ഒടുക്കത്ത പൂജ കഴിച്ചു സംഗതി കൊളമാക്കി സ്വാമി ഒടുക്കത്ത പൂജ കഴിച്ചു പിച്ചറ് കൊളമാക്കി പല പെമ്പിള്ളേരെ ഇങ്ങനെ കരുതി കൂട്ടി കുരുതി കഴിച്ചു ഒരുവിധം സെറ്റപ്പാക്കി തളച്ചിടുന്നു മതി കടന്നു ഈ പകയൻ ചെകുതാനെ ഉപ്പായമണിഞ്ഞു കാലാകാലം വാണിടാനായി മന്ത്രിയുമായി കൂട്ടുകൂടി മാമ പണി ചെയ്തു സ്വന്തം കീശ വീർപ്പിച്ചു പണം വാരി വാരി എറിഞ്ഞവൻ കാര്യം സാധിച്ചു ഇടം വലം നോക്കാതെ ബ്രേക്ക് ഇടാതെ കളിച്ചവൻ ഒരു ദിനം ബ്രേക്ക് പൊട്ടി തകർന്നടിഞ്ഞു നടുവൊടിഞ്ഞു മതം മാറി നടന്നൊരു പകയൻ ആത്മീയ കുപ്പായമണിഞ്ഞു